കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കിലാക്കിയ വിഷയത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കാണാം ഈ വിഷയത്തിൽ വിവിധ ആളുകളുടെ പ്രതികരണം. BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നിരന്തരമായി നമ്മുടെ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 2024 കണക്കുകൾ സൂചിപ്പിക്കുന്നത് 834 അക്രമങ്ങളാണ് 2024 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 2025 7 മാസം ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ 350 പരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന ഈ ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തിനകത്ത് മതനിരപേക്ഷയ്ക്ക് ചേർന്നതല്ല. തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ്. തികച്ചും നമുക്കൊക്കെ മനുഷ്യത്വരഹിതമായ ഈ ഒരു നടപടിയിൽ വളരെയധികം ദുഃഖവും വേദനയും ഉണ്ട്. ഈ പ്രതിഷേധം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം മൈനോറിറ്റിക്കെതിരായിട്ട് ചെയ്യുന്ന ഈ അതിക്രമങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കണം. അന്യായമായിട്ട് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ കേരളത്തിലല്ലാതെ എവിടെയാണ് ഇങ്ങനൊരു കൂട്ടായ്മ നടക്കുന്നത്? മതത്തിൻ്റെ പേരിലാണ് അവരെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അനുയോജിച്ച് പോകാൻ പറ്റത്തില്ല. ഈ ചർച്ചയിൽ കാണിച്ച അനീതിയും ഹീനമായ പ്രവൃത്തികളാണ് കന്യാസ്ത്രീകളെ കാണിച്ചത്. മതപരിവർത്തനം എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന ഹീനകൃത്യങ്ങൾ മതന്യൂനപക്ഷത്തെ ഈ ഇന്ത്യയിൽ നിന്നും തുറച്ചു നിൽക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ BJP ഗവൺമെൻറ് സ്വീകരിച്ചുള്ളത്. ഇത്തരം പ്രവണത നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നു. നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ഐക്യതയോടെ ഇതിനെ പ്രതികരിക്കുക. മതപരിവർത്തനമല്ല സഭയുടെ മിഷണറിമാരുടെ ഒന്നും ലക്ഷ്യം. അവരുടെ മനസ്സിൻ്റെ പരിവർത്തനവും അവരുടെ സാമൂഹിക ഇടങ്ങളുടെ രൂപാന്തരവുമായിരുന്നു. പ്രിയപ്പെട്ട കന്യാസ്ത്രീകളും ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്നു അതേ ശുശ്രൂഷ തന്നെയാണ്. എന്നാൽ ആനുകാലിക പരിസരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ അതിനെതിരെ നടക്കുന്നുണ്ട്. അത് ഒരു വിശ്വാസത്തിന് നേരെയുള്ള ഒരു പ്രതികരണം എന്ന് മാത്രം കാണരുത്, മറിച്ച് അടിസ്ഥാന വർഗം ഉയർന്നു വരരുത് എന്നുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും നിയമം ഒരുപോലെയുള്ളതാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം നിയമ നടപടികൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തീർത്തും അനീതിയായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സിസ്റ്റേഴ്സിന് ഈ കേരളം മുഴുവൻ മിഷൻ ചെയ്യാനായിട്ട് യാത്ര ചെയ്യാനോ അർഹിക്കുന്നവർക്ക് ജോലി കൊടുക്കുവാനോ ഭക്ഷണം കൊടുക്കുവാനോ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. സാമൂഹ്യ സേവനം ആരാലെയും ഗവൺമെൻറ് ഒന്നും എത്താത്തിടത്ത് ഞങ്ങൾ പോയി ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആസാം അരുണാചലിലൊക്കെ ഞങ്ങൾ മിഷന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തിടത്ത് ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന അവരുടെ മാനുഷികമായിട്ട് ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നല്ല മനുഷ്യരാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്, അല്ലാണ്ട് മതം മാറ്റുകയല്ല അവിടെ ചെയ്യുന്നത്. ഇത്ര ഹീനമായ പ്രവൃത്തി ഈ BJP ആയാലോ ജനങ്ങളായാലോ അവരുടെ പോഷക സംഘടനകളായാലോ ഏതായിരുന്നാലും അതിനെ നിലയ്ക്ക് നിർത്തുക